മാസങ്ങൾക്ക് മുമ്പ് നൈറ്റ് വിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു സഹോദരനെയും കൊണ്ട് അവൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്നു. ഈ കൊണ്ടുവരപ്പെട്ട സഹോദരൻ്റെ അവസ്ഥ ഇപ്രകാരമാണ്. ഒരു ആക്സിഡൻറ്റ് മുഖാന്തരം അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുക. വിദഗ്ധമായ ട്രീറ്റ്മെൻറ്റുകളെല്ലാം എടുത്തു. ഇനി ഒരിക്കലും കാഴ്ച മടങ്ങി വരികയില്ല എന്നാണ് മെഡിക്കൽ സയൻസ് വിധി എഴുതിയത്. നൈറ്റ് വില്ല് സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി അദ്ദേഹം വന്നു. ഈ വചന ഹാളിലേക്ക് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾ ഇരിക്കുന്ന പോലെ ആ സഹോദരൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയ്ക്ക് ഞാൻ ഇവിടെ കയറിയപ്പോൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ആ രാത്രിയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തു. മെഡിക്കൽ സയൻസ് അസാധ്യമെന്ന് പറഞ്ഞ ആ സഹോദരൻ്റെ കണ്ണിൻ്റെ കാഴ്ച, വലത് കണ്ണിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച ആ രാത്രിയിൽ കർത്താവ് തുറന്നു കൊടുത്തു. ഹല്ലേലൂയാ! കരമടിച്ച് കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്തേ. യെശയ്യാ 58:8 നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. ഹല്ലേലൂയ! പറഞ്ഞോ ഹല്ലേലൂയ! നല്ല ജീവനോടെ ഹല്ലേലൂയ! 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 നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു വെഞ്ചിരിപ്പ് ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഇവിടെ ശക്തമായ വിടുതലുകൾ ഈ സമയത്ത് നമ്മുടെ ഇടയിൽ സംഭവിക്കും. ആദരപൂർവ്വം ഈ കൃപ നിറഞ്ഞ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവകരങ്ങളിൽ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് തുടക്കം മുതൽ ചിലരെ വളരെ ശക്തമായി സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ചില കുടുംബങ്ങളിൽ കർത്താവ് ഈ സമയങ്ങളിൽ ഇറങ്ങി തൻ്റെ സാന്നിധ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ചില കിടപ്പ് രോഗികളുടെ മേൽ കർത്താവ് തൻ്റെ കൃപ വർഷിക്കുന്നുണ്ട്. ഈ സമയങ്ങളിൽ സ്നേഹത്തോടെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കരമൊന്ന് അല്പം ഉയർത്തിപ്പിടിച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലണം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുന്നാണ് ഏക കർത്താവെന്ന്, ഏക രക്ഷിതാവെന്ന് ഞാൻ ഏറ്റു പറയുന്നു. അങ്ങല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല എന്ന് ഞാൻ ഏറ്റു പറയുന്നു. യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളെ അലട്ടുന്ന, ഞങ്ങൾക്കെതിരെ പോരടിക്കുന്ന സകല അന്ധകാരങ്ങളെയും അന്ധകാര പ്രവൃത്തികളെയും യേശുവേ, അങ്ങയുടെ അത്യുന്നത നാമത്തെ അവിടുന്ന് നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ! ഹല്ലേലൂയ! സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ മടങ്ങുമെന്ന ഫിലിപ്പിയർ 2:9 വചനത്തിന്റെ യോഗ്യതയാ ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ കുടുംബത്തിനെതിരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ, ഞങ്ങളുടെ ബിസിനസിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സകല നാരിക ശക്തികളും യേശുവിന്റെ വചനത്തിന്റെ യോഗ്യതയാ നിർവീര്യമാകട്ടെ. ലൂക്കാ 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ട് നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ! 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 യേശുവേ, അങ്ങയുടെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ. യേശുവിന്റെ രക്തമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവിന്റെ രക്തമേ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ! യേശുവിന്റെ വിലതീരാത്ത രക്തത്തിന്റെ യോഗ്യതയാ സകല പാപങ്ങളും പാപബന്ധനങ്ങളും സാത്താന്യ പോരാട്ടങ്ങളും യേശുനാമത്തെ, യേശുവിന്റെ രക്തത്തിന്റെ ആനന്ദ യോഗ്യതയാ നിർവീര്യമാകട്ടെ. 2 കരങ്ങളും ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുന്നു. വായ് തുറന്ന് വിളിക്കുന്നു. വായ് തുറന്ന് വിളിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു. ശക്തിയോടെ വിളിക്കുന്നു. പോരാട്ടങ്ങൾ അഴിയുന്നു. പൈശാചിക പോരാട്ടങ്ങൾ അഴിയുന്നു. യേശുവിന്റെ നാമത്തില് തകർച്ച ശക്തികൾ, അന്ധകാര പീഡകൾ യേശുനാമത്തിൽ നിർവീര്യമാകുന്നു.
പാട്ടുപാടി കരമടിച്ച് ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്ന സമയങ്ങളിൽ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ നമ്മുടെ മേൽ വിശുദ്ധീകരണം തെളിച്ച് നമ്മെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കും. കരങ്ങൾ ഉയർത്തി അടിച്ചോ വിശ്വാസത്തോടെ. തിരുരക്തക്കോട്ട രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനവേഗം. യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനവേഗം. യേശുവിൻ രക്തം. ദുഷ്ടൻ വീഴട്ടെ എന്റെ കഷ്ടം മാറട്ടെ. ദുഷ്ടൻ വീഴട്ടെ എന്റെ കഷ്ടം മാറട്ടെ. പുഷ്ടിപ്പെട്ടുള്ളം എന്റെ വാഴ്ത്തിപ്പാടട്ടെ. നിന്നെ വാഴ്ത്തിപ്പാടട്ടെ. രക്തക്കോട്ട തിരുരക്തക്കോട്ട രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ ശബ്ദമുയർത്തി വിശ്വാസത്തോടൊന്ന് പറയാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോവുക. ദൈവം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവരൊന്ന് വലതുകരം വരുത്തി പറയാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും വിശ്വസിക്കുന്ന ഈ രാത്രിയിൽ എൻ്റെ ഈശോ ഇവിടെയുണ്ട് അല്ലേ? എൻ്റെ ഈശോ ഇവിടെയുണ്ട്. എൻ്റെ കർത്താവ് ഇവിടെ ഉണ്ട്. ഈ സമയത്ത് നമ്മുടെ അടുത്ത് ഇമ്മാനുവലായി നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ, അനുഗ്രഹിക്കാൻ, അനുഗ്രഹത്തിന്റെ വഴിയിലേക്ക് നയിക്കാൻ നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. വിശ്വാസമുള്ള ഒരു വലതുകരം വരുത്തി പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ചെറിയ അനുഭവം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു കുടുംബം, ആ കുടുംബത്തിലുണ്ടായ ഒരു സംഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും. ഞാൻ പോയ ഈ കുടുംബത്തിൽ അപ്പനും അമ്മയും 2 മക്കളുമാണുള്ളത്. ഇവിടെ അവര് ഷാലൂമിന്റെ വായനക്കാരാണ്. ഷാലൂം മാസിക പത്രമൊക്കെ വായിക്കുന്നവരാണ്. ഷാലൂമിന്റെ സഹകാരികളാണ്. അവരുടെ കുടുംബത്തിൽ 2 ദിവസം താമസിക്കാനിടയായി. അപ്പോൾ അവിടുത്തെ അമ്മച്ചി എന്നോട് പറഞ്ഞ ഒരു അനുഭവം ഇതാണ്. അവർക്ക് 2 മക്കളാണ്, ഒരു ആണും ഒരു പെൺകുട്ടിയും. ഇവര് കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഒരിക്കൽ ഷാലൂം മാസിക അവരുടെ വീട്ടിൽ വന്നപ്പോൾ, എല്ലാ മാസവും അവരുടെ വീട്ടിൽ വരുന്നു. അങ്ങനെ മാസിക വന്നപ്പോൾ ഇവിടെ കൊച്ചു മോൻ പറഞ്ഞു, അമ്മ എനിക്ക് ഈ മാസികയുടെ കവർ പേജ് വേണം, എൻ്റെ പുസ്തകം പൊതിയാനായിട്ട് കവർ പേജ് തരണം. അപ്പം അമ്മ പറഞ്ഞു, മോനെ വേണ്ട, അത് ഞാൻ തരില്ല, ബാക്കി എന്ത് പേപ്പർ വേണമെന്ന് നീ ചോദിച്ചോ, ഷാലോ മാസികയുടെ കവർ ഞാൻ തരില്ല. കാരണം ഈ അമ്മ എല്ലാ മാസവും മാസിക വരുമ്പോൾ അത് വായിച്ചിട്ട് സൂക്ഷിച്ചു വെക്കും പിന്നീട് വായിക്കാനായിട്ട്.
അമ്മച്ചി പറഞ്ഞു അത് തരാൻ പറ്റില്ല. അപ്പോൾ ഈ മോന് ഭയങ്കര വിഷമമായി. അമ്മച്ചി പറഞ്ഞു ഒരു കാര്യം, നീ പ്രാർത്ഥിക്ക്, ഈശോ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരത്തെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി അമ്മച്ചി അങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ കുഞ്ഞ് അത് വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞ് ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ഇതുപോലൊരു മാസിക വേണം, എനിക്ക് ഇങ്ങനത്തെ ഒരു പൊതിച്ചിൽ വേണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവോ ദൈവത്തിൻ്റെ കരുതൽ? തൊട്ടടുത്ത മാസം ഈ വീട്ടിൽ വീണ്ടും യഥാശാലോ മാസിക വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാസിക ഒരു കയ്യിലെടുത്തപ്പോൾ കർത്താവിൻ്റെ അത്ഭുതം ഒന്ന് കാണണേ. ഈ മാസികയ്ക്ക്, അവരുടെ കയ്യിൽ കിട്ടിയ ആ മാസികയ്ക്ക് 2 കവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ മാസിക പ്രിന്റ് ചെയ്ത് പാക്ക് ചെയ്ത സമയത്ത്, അതിന്റെ കവർ പേജ് പിൻ ചെയ്യുന്ന സമയത്ത് ആ പണിയെടുത്ത മനുഷ്യന് പറ്റിയൊരു അബദ്ധം, അല്ലേ? പറ്റിയൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു തെറ്റ്. ആ തെറ്റാണ് കുഞ്ഞിന് ഈ ഒരു സമ്മാനം കൊടുത്തത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയും, ഞാൻ വളരെ ശക്തമായി ഞാൻ വിശ്വസിക്കുന്നു, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആ കുഞ്ഞിന്റെ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവത്തിന്റെ ആ വിശ്വസ്തത, ആ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആ കുഞ്ഞിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് അത്ഭുതകരമായി അടുത്ത മാസത്തിൽ തന്നെ കൃത്യമായി ഉത്തരം നൽകി. വിശ്വാസമുള്ള കർമ്മത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് കർത്താവിന്റെ കരുതൽ അത്രയും വലുതാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതൽ അത്രയും വലുതാണ്. അപ്പുറത്തും ഇപ്പുറത്തുമല്ല, കൃത്യമായി എന്താണോ നമ്മുടെ ആവശ്യം, കൃത്യമായി നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അത് ആ കുഞ്ഞിന്റെ പ്രാർത്ഥന ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആ കുഞ്ഞ് കർത്താവ് എനിക്കൊരു മാസിക, ഒരു കവർ വേണം, എനിക്കൊരു കവർ വേണം. ആ കുഞ്ഞിന്റെ പ്രാർത്ഥന ദൈവം കേട്ടുകൊണ്ട് ഈ മാസിക, അതിൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നവന്റെ കയ്യിൽ വന്ന ഒരു അബദ്ധം പോലെ ഒരു അനുഗ്രഹം ആ കുടുംബത്തിലേക്ക് കടന്നു വരിക. ഓർത്ത് നോക്കിയേ, കർത്താവ് എത്രമാത്രം നമ്മളെക്കുറിച്ച് കരുതുന്നു. ഇവിടെ നമ്മൾ പരാതി പറയാറില്ലേ, നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല എന്ന്, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നില്ല എന്ന് പറയാറില്ലേ? പ്രിയപ്പെട്ടവർ, ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ ദൈവം ഇത്രമാത്രം കൃത്യമായി അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അവന്റെ ജീവിതത്തിൽ ഇടപെട്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവം അത്ഭുതകരമായി ഇടപെടും, എത്രമാത്രം കരുതല് എൻ്റെ കർത്താവിന് നമ്മെക്കുറിച്ച് ഉണ്ടാവും. നമ്മുടെ അപ്പൻ പ്രാർത്ഥന കേൾക്കുന്നവനാ. നമ്മുടെ അപ്പൻ, സ്വർഗത്തിലുള്ള നമ്മുടെ അപ്പച്ചൻ പ്രാർത്ഥന കേൾക്കുന്നവനാ. പ്രാർത്ഥന കേൾക്കാത്ത കാതുകളില്ലാത്തൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നമുക്ക് സമീപസ്ഥനെ, നമ്മുടെ അടുത്തുള്ളൊരു ദൈവം നമ്മുടെ ദൈവം. എന്ന് കരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 139 സങ്കീർത്തനം, അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാമത്തെ തിരുവചനം, അവിടെ ഇപ്രകാരമാ സങ്കീർത്തകൻ പറയുന്ന ഒരു വാക്ക് നമ്മുടെ വാക്കായി മാറണം. ഇപ്രകാരം നമ്മൾ വായിക്കുക, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. സങ്കീർത്തകൻ പറയണം, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. എൻ്റെ വഴികൾ, ഞാൻ പോകേണ്ട വഴികൾ കർത്താവെ അങ്ങേക്ക് നന്നായി അറിയാം. തുടർന്ന് പറയുകയാണ്, ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവത്തിന്റെ വഴിനടത്തിപ്പിനെ കുറിച്ച് സങ്കീർത്തകൻ പറഞ്ഞിട്ട് തുടർന്ന് പറയുന്ന വചനം ഇതാണ്, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. സങ്കീർത്തകൻ പറയാ, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുക. കർത്താവെ, എൻ്റെ നടപ്പ്, എൻ്റെ കിടപ്പ്, ഞാൻ പോകുന്ന വഴി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായി അറിയുന്ന അങ്ങയുടെ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വിസ്മയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളെ വിസ്മയകരമായ രീതിയിൽ, അതിശയിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന കർത്താവിന്റെ പ്രവൃത്തി. ഇതാണ് ഈ ദൈവമാ ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു അനുഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ ഒരുങ്ങാം. പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞാൻ 2-3 സഹോദരങ്ങള്, അവർ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച 3 മക്കള്, അവര് നാട്ടിലൊരിടത്ത് ഒരു കാട്ടില് അവര് ജീവിതത്തിന്റെ ഭൗതികമായ നന്മകളെല്ലാം മാറ്റിവെച്ചിട്ട് അവര് സന്യാസികളായിട്ട് ഒരു കാട്ടിൽ ജീവിക്കുക. 3 സഹോദരങ്ങളാ. അവർ വൈദികരാകാൻ പോയി. കർത്താവിന് വിളി അനുസരിച്ച് മുഴുവൻ സമയം പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളാ. അവർ താമസിക്കുന്ന കുടില് അവർ തന്നെ കൈകൊണ്ടുണ്ടാക്കിയതാ. അവരവിടെ താമസിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ താമസിക്കുമ്പോൾ അവർക്ക് കറണ്ടില്ല, മൊബൈൽ ഫോണില്ല, ലോകത്തിൻ്റെതായ യാതൊരു സുഖ സൗകര്യങ്ങളും അവർക്ക് വേണ്ട. അവരത് സ്വീകരിക്കുന്നില്ല. മുഴുവൻ സമയം പ്രാർത്ഥനയില്ല. അവരെ സന്ദർശിക്കാൻ വരുന്നവർ കൊണ്ടുവരുന്ന അരിയും പദാർത്ഥങ്ങളും ഒക്കെ കഴിച്ച് അവർ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആ മനുഷ്യർക്കുണ്ടായ ഒരു കൊച്ചനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഒരു രാത്രിയിൽ അവർ കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ അവർ തീ കൊളുത്തി, അടുപ്പിൽ തീ കൊളുത്തിയാണ് അവർ, ഗ്യാസില്ല അവർക്ക്, കാരണം അത് അവർക്ക് സ്വീകരിക്കുന്നില്ല.
അവരിങ്ങനെ തീ കൊളുത്തി അവർ ഭക്ഷണം പാകം ചെയ്യുന്നു. പ്രിയപ്പെട്ട, ഒരു ദിവസം രാത്രി കിടക്കാൻ പോകുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ തീപ്പെട്ടിയിലെ അവസാനത്തെ തീക്കൊള്ളിയും തീർന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം ചൂടാക്കണമെങ്കിൽ, കഞ്ഞി വെക്കണമെങ്കിൽ അവരുടെ കയ്യിൽ തീപ്പെട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കാൻ പേസ്റ്റ് തീർന്നു പോയി. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ 2-3 കാര്യങ്ങൾ ആ രാത്രിയിൽ തീർന്നു. രാവിലെ എണീക്കുമ്പോൾ ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ, വെള്ളം കുടിക്കണമെങ്കിൽ തീപ്പെട്ടിയുമില്ല, പല്ല് തേക്കണമെങ്കിൽ പേസ്റ്റുമില്ല. രാത്രി ഏകദേശം വൈകി. പ്രിയപ്പെട്ടവരെ, അവരെ സംബന്ധിച്ച് അവർക്കെല്ലാം ദൈവത്തിൽ ആശ്രയമാണ്. അവരൊന്നും ചിന്തിച്ചില്ല, കടന്നുറങ്ങി. പ്രിയപ്പെട്ടവരെ, രാത്രി ഒരു 10:30 ആയപ്പോൾ അവരുടെ സുഹൃത്തായ ഒരു വൈദികൻ രാത്രി ആ കാട്ടിക്കൂടെ കയറി വന്നു. എന്നിട്ട് ഈ മനുഷ്യൻ വന്നിട്ട് ഇവരോടൊപ്പം സഹകരിച്ചിട്ട് പോകാൻ നേരത്തെ ഒരു പൊതി കൊടുത്തു. പ്രിയപ്പെട്ടവർ, ആ പൊതിയിൽ എന്താ ഉണ്ടാന്ന് അറിയാവോ? ഭക്ഷണമോ പാനീയമോ ഒന്നുമല്ല, അരിയല്ല, പലചരക്കല്ല. കൃത്യമായി പറഞ്ഞാൽ അവർക്ക് വേണ്ടി അവർക്ക് ആവശ്യമുള്ള ഒരു ടൂത്ത് പേസ്റ്റും അവർക്ക് ആവശ്യമായ ഒരു തീപ്പെട്ടിയും കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമുള്ള വലതുകരം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന പരിപാലനയുടെ വഴി എന്ന് പറയുന്നത്. നമ്മൾ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും എല്ലാം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എൻ്റെ മുൻപിലും എൻ്റെ പിൻപിലും എൻ്റെ വശങ്ങളും എൻ്റെ മുകളിലുമെല്ലാം നമ്മുടെ ദൈവം, നമ്മുടെ സ്വർഗത്തിലുള്ള നമ്മുടെ അപ്പൻ നമ്മുടെ കൂടെയുണ്ട്. എന്തിനാ നമ്മൾ ഭയപ്പെടണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് എഴുന്നേൽക്കാം. നമ്മുടെ തമ്പുരാനിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവ്, ഈ രാത്രിയിൽ നമ്മുടെ അപ്പൻ, സ്വർഗത്തിൽ നമ്മുടെ അപ്പൻ, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നിരന്തരം നമ്മുടെ കൂടെ ആയിരിക്കാൻ തന്റെ അരൂപിയായ പരിശുദ്ധാത്മാവിനെ നമുക്കായി വിട്ടുതന്ന തന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ നമുക്കായി ഒരു കുരിശിൽ ബലിയായി സമർപ്പിച്ച നല്ല അപ്പന്റെ പക്കലേക്ക് നമ്മുടെ ഇരുകരം ഒന്ന് ഉയർത്താം. ആ ഇരുകരം ഒന്ന് ഉയർത്താം. പ്രിയപ്പെട്ടവരെ, ഈ ഇരുകരങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ സമസ്ത വേദനകള്, രോഗങ്ങള്, ഭാരങ്ങള്, കണ്ണുനീര്, വേദന, നമ്മുടെ എല്ലാ ഉത്കണ്ഠകള്, നമ്മളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും, പ്രതിസന്ധികള് എല്ലാം കർത്താവിന് മുമ്പിലേക്ക് ഒന്ന് ഉയർത്താം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിലുള്ള അപ്പനാ പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സ്വർഗത്തിലുള്ള നമ്മുടെ അപ്പച്ചനാ പറയുന്നത് ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുമെന്ന്. ഇന്ന് നിന്റെ ജീവിതത്തിൽ കണ്ണീരുണ്ട്, ഇന്ന് നിന്റെ ജീവിതത്തിൽ വേദനയുണ്ട്, ഇന്ന് നിന്റെ ജീവിതത്തിൽ രോഗമുണ്ട്. ആ മേഖലയിലെല്ലാം ഈ രാത്രിയിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ചേർന്ന് അപ്പനെ വിളിച്ചൊന്ന് സ്തുതിക്കാമോ? എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഓ ഞങ്ങളുടെ അപ്പ, ഞങ്ങളുടെ അപ്പച്ച, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഈ രാത്രി ഇടപെടുമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ മുൻപിലും ഞങ്ങളുടെ പിൻപിലും ഞങ്ങളുടെ വശങ്ങളിലും ഉണ്ട് എന്ന് വചനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്ത ദൈവമേ, ഞങ്ങളങ്ങ് സ്തുതിക്കുകയാ, ഞങ്ങളങ്ങ് ആരാധിക്കുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് ആരാധിക്കാം, ചേർന്ന് ആരാധിക്കാം. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? നമുക്ക് വേണ്ടി ഇടപെടാൻ ഈ രാത്രിയിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന യേശു തമ്പുരാനെ വിളിച്ചുകൊണ്ട്, യേശു സാന്നിധ്യം ഈ സ്തുതിയുടെ നിമിഷങ്ങളിൽ നമ്മുടെ ഇടയിൽ വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ചേർന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയമെല്ലാം മാറിപ്പോകുന്ന ദൈവത്തിന്റെ അപരിമയമായ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. സ്തുതിയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരട്ടെ. ഈ വചന കൂടാരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് ശബ്ദമുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല, അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല, അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇസ്രായേലിൻ ദൈവം, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ആ വാക്ക് ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അവൻ മയങ്ങുകയില്ല, അവൻ ഉറങ്ങുകയില്ല. ഇസ്രായേലിന്റെ ദൈവം നമ്മെ സഹായിക്കാൻ, നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിയാൻ. പ്രിയരെ, അവൻ ഉറങ്ങാതെ, അവൻ മയങ്ങാതെ നമുക്കായി അവൻ പ്രവർത്തന നിരതന. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ടി ഉറങ്ങാതെ കാത്തിരിക്കുന്ന, ഉറങ്ങാതെ പ്രവർത്തിക്കുന്ന, എപ്പോഴും നമ്മളെ പരിപാലിക്കുന്ന ദൈവം. ആ ദൈവത്തെ ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഈ ഗാനത്തിന്റെ ഇരട്ടികളോട് ചേർന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ രാത്രിയിൽ തന്റെ അത്ഭുതകരമായ കരം നമ്മുടെ മേൽ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ ചേർന്ന് ആരാധിക്കാം. സന്തോഷത്തോടെ ആരാധിക്കാം. കരങ്ങളടിച്ച് സന്തോഷത്തോടെ, ശക്തിയോടെ ഇരുവശങ്ങളിലേക്കൊക്കെ ഒന്ന് മാറി ചവിട്ടിക്കൊണ്ട് ചേർന്ന് ആരാധിക്കാം. എല്ലാവരും ചേർന്ന്
യേശുവേ, ഇന്ന് കരങ്ങൾ ഉയർത്തിയടിക്കാമോ ചേർന്ന? സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. കരങ്ങൾ താഴ്ത്തി. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം. യാഹന്ന ദൈവം കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗാവസ്ഥകളെല്ലാം ഈശോയ്ക്കായിട്ട് കൊടുക്കാം. നമുക്ക് വേണ്ടി രോഗികളെ സൗഖ്യപ്പെടുത്താൻ ഇതാ ഈ രാത്രിയിൽ നമ്മുടെ ദൈവം എഴുന്നള്ളി വരും. ഈ വചന കൂടാരത്തിൽ തന്റെ സജീവമായ സാന്നിധ്യത്താൽ നമ്മെ അനുഗ്രഹിക്കാൻ ഈശോ കടന്നു വരുമെന്ന് വിശ്വസിക്കാം. ബെത്സയിദയിലെ കുളക്കരയിൽ കിടന്നവനെ സൗഖ്യപ്പെടുത്തിയവൻ, നായിലെ വിധവയുടെ കുഞ്ഞിന് ജീവൻ നൽകിയവൻ ഈ രാത്രിയിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കരങ്ങളും ഉയർത്തിയടിച്ചുകൊണ്ട് ഈശോനെ ആരാധിക്കേ. വിശ്വാസത്തോടെ ആരാധിച്ച്. രോഗിയായി ഞാൻ തളർന്നാലും, ദേഹമെല്ലാം ക്ഷയിച്ചാലും, രോഗിയായി ഞാൻ തളർന്നാലും, ദേഹമെല്ലാം ക്ഷയിച്ചാലും, പാണികളാൽ മുറിവേറ്റാൽ, പാണികളാൽ സുഖമേകും. യേശുവേ വിശ്വസിക്കുന്നു. പാണികളാൽ മുറിവേറ്റാൽ, ആമേൻ. പാണികളാൽ ആമേൻ. ഗ്ലോറി. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. ഇരുകരങ്ങളൊന്നും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ തകർച്ചകളിലും വേദനകളിലും രോഗങ്ങളിലും ഇടപെടുവാൻ കഴിയുന്ന ദൈവത്തെ ഒന്ന് ചേർന്ന് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്കായി ഇടപെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അങ്ങയുടെ അമേനിമയമായ ശക്തിയാൽ ദൈവമേ ഈ കൂടാരത്തില് അവിടുന്ന് കടന്നു വരുന്ന ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സകലനിലേക്ക് ഞങ്ങളുടെ അരൂപിയുടെ സാന്നിധ്യം നിറയട്ടെ, അഭിഷേക സാന്നിധ്യം നിറയട്ടെ. ശ്രീലാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ, ചേർന്ന് ആരാധിക്കുന്നു. യേശു സാന്നിധ്യം നിറയുന്നു, യേശു ശക്തി നിറയുന്നു, സ്വർഗീയ സാന്നിധ്യം നിറയുന്നു, അഭിഷേക ശക്തി നിറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിയുടെ ആത്മാവ് അനേകരുടെ നാവിലിതാ ഇതാ പറന്നിറങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല, ഹല, ഹല. എല്ലാ തകർച്ചകളെയും എല്ലാ തകർച്ചകളെയും ഏറ്റെടുക്കുന്ന സർവശക്തനായ ദൈവം മഹത്വപ്പെടട്ടെ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാമോ? യേശു ശക്തി വിളിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. വീണ്ടും കരങ്ങളടിച്ച് ചേർന്ന് ആരാധിക്കാം. യേശുവിന്റെ സാന്നിധ്യം നിറയുന്നു. ചേർന്ന് ആരാധിക്കാം. ചേർന്ന് ചേർന്ന്. വാക്കു തന്നോൻ മാറുകില്ല, വാഗ്ദത്തങ്ങൾ പാലിച്ചിടും. അതെ, വാക്ക് തന്നോൻ മാറുകില്ല, യേശുവേ. വാഗ്ദത്തങ്ങൾ പാലിച്ചിടും. ആമേൻ. കൂരിരുളിൻ താഴ്വരയിൽ യേശുവേ. കൂടെയുണ്ടെന്നും നല്ലിടയൻ. കൂരിരുളിൻ താഴ്വരയിൽ ഇരുളിൻ താഴ്വരയിൽ ഗ്ലോറി. കൂടെയുണ്ടെന്ന് കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് ചേർന്ന് അവൻ പാടാം. ഭയങ്ങുകില്ല, ഉറങ്ങുകില്ല,
ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. ചേർന്ന് അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം ചേർന്ന് പാടിക്കേ, വിശ്വാസത്തോടെ പാടിക്കേ. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം നമ്മുടെ ദൈവം മയങ്ങുകില്ല, അവൻ ഉറങ്ങുകില്ല. മയങ്ങുകില്ല, ഉറങ്ങുകില്ല. വിശ്വസിക്കുന്നു. ഇസ്രായേലിൻ ദൈവം ചേർന്ന് പാടിക്കേ, ചേർന്ന് പാടിക്കേ. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. വിശ്വാസത്തോടെ, ഇസ്രായേലിൻ ദൈവം വിശ്വാസത്തോടെ ചേർന്ന് പാടാം, വിശ്വാസത്തോടെ. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ ദൈവം യേശുവേ ഞങ്ങൾ വിശ്വസിക്കുന്നു, യേശുവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഈശോയ്ക്ക് കൂടി ആരാധിക്കുന്നു. മയങ്ങാത്ത, ഉറങ്ങാത്ത നമ്മുടെ ദൈവത്തെ നമുക്കായി നിരന്തരം കാത്തിരിക്കുന്ന, നമുക്കായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തെ ചേർന്ന് ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ദൈവമേ ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു, ഞങ്ങളങ്ങയിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു. ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് ഉണർത്തണമേ. ഞങ്ങളുടെ ബലഹീനമായ വിശ്വാസ ജീവിതത്തെ ബലമുള്ളതാക്കി തീർക്കണമേ. ഞങ്ങളുടെ കണ്ണുനീര് അവിടുന്ന് തുടയ്ക്കണമേ. ഞങ്ങളുടെ രോഗങ്ങള് അവിടുന്ന് എടുത്തു മാറ്റണമേ. സ്തുതിയുടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് ആവസിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ഏറെ വിശ്വാസത്തോടെ നല്ല തമ്പുരാന്റെ മുമ്പിൽ നിൽക്കാം. എൻ്റെ പ്രിയരെ, ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്, ദൈവസ്തുതിയുടെ സമയമാണ്, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കർത്താവിന്റെ പക്കലേക്ക് കടന്നു വന്ന് ഒരു വ്യക്തി പ്രകാരം ചോദിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഈശോനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം പ്രാപിക്കുക. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം പ്രാപിക്കുക. ഈ രാത്രിയിൽ ഇവിടെ നിൽക്കുന്ന എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ഈശോ നിന്നോട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട് നിന്നെ സുഖപ്പെടുത്താൻ, എനിക്ക് മനസ്സുണ്ട് നിന്നെ ഒന്ന് തൊടാൻ. നീ എൻ്റെ ഹൃദയം ഒന്ന് തുറന്നു തരുമോ? നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന്, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന്, നിന്റെ ഹൃദയത്തിന്റെ മുറിപ്പാടുകളെ സുഖപ്പെടുത്തി, നിന്റെ കണ്ണുനീര് തുടച്ച്, നിന്റെ രോഗങ്ങൾ എടുത്തു മാറ്റി നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് മനസ്സുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് ഹൃദയം തുറക്കാമോ? മനസ്സ് തുറക്കാമോ? നിന്റെ ജീവിതത്തിലേക്ക് കരുണാനാഥനായ യേശുവിനെ ഒന്ന് ക്ഷണിക്കാമോ? യേശുവേ, എന്ന് കടന്നു വരണമേ എന്ന്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അപരിമയമായ ശക്തി പ്രകടമാകുന്ന സമയം, എനിക്ക് മനസ്സുണ്ട് നിന്നെ സുഖപ്പെടുത്താൻ, എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞവൻ ഇതാ നിന്റെ അടുത്ത്, ഇതാ നിന്റെ അടുത്ത് നിന്നെ തൊട്ടുചേർന്ന് അവൻ നിൽക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിനക്ക് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിനക്ക് വേണ്ടിയാണ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹോദര, നിനക്ക് വേണ്ടിയാണ് നിന്റെ ദൈവം കുരിശിൽ തന്റെ അവസാനത്തുള്ള രക്തം വരെ ചിന്തിയത്. അവന്റെ രക്തത്തുള്ളികൾ ആ കുരിശിൽ നെറ്റിട്ട് വീണപ്പോൾ, ആ കുരിശിൻ ചോട്ടിൽ അവന്റെ ഹൃദയത്തെ, അവന്റെ മാറിനെ പിളർന്ന കുന്തം കുത്തിയ അന്ധനായവനെ, ഒറ്റ കണ്ണുള്ളവന്റെ ആ കണ്ണിന്റെ കാഴ്ച അവൻ വീണ്ടെടുത്തു കൊടുത്തു. അതാണ് ദൈവത്തിന്റെ സ്നേഹം. അവന്റെ മാറ് കുത്തിപ്പിളർന്നവന്റെ കാഴ്ച ശക്തി പോലും തിരിച്ചു നൽകിക്കൊണ്ട് അവനെ സ്നേഹിച്ച് അനുഗ്രഹിച്ച ഒരു ദൈവമായി ഈ രാത്രിയിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ ദൈവം ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. അവന്റെ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി നിനക്ക് വേണ്ടിയ, എൻ്റെ സഹോദരന്റെ നിനക്ക് വേണ്ടിയ ഈ രാത്രിയിൽ ആ രക്തം നിന്റെ മേൽ തെളിക്കപ്പെടുമ്പോൾ, സകല പാപങ്ങൾക്കും പരിഹാരമായി സ്വർഗത്തിലെ അപ്പൻ വിലയായി ചോദിച്ചത് അവന്റെ രക്തമാണെങ്കിൽ, ആ രക്തത്തിന്റെ യോഗ്യതയാൽ ഈ രാത്രിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടി ഒന്ന് കരമുയർത്തിക്കേ, ഒന്ന് കരമുയർത്തിക്കേ, സ്വർഗത്തിലെ അപ്പന്റെ നേരെ ഒന്ന് കരമുയർത്തിക്കേ, നിന്റെ ജീവിതം ഒന്ന് ഉയർത്തിക്കേ. അവന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ, യേശു ക്രിസ്തുവിന്റെ
സ്വർഗത്തിലുള്ള പിതാവിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിന്റെ അവസാനത്തുള്ള രക്തത്തിന്റെ യോഗ്യതയാൽ ഈശോയെ ഈ രാത്രിയിൽ എന്നെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹൃദയമുയർത്തി ശബ്ദമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, നല്ല ദൈവത്തെ, നമുക്കായി തന്റെ പുത്രനെ ബലിയായി സമർപ്പിച്ച നല്ല ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കുമോ? ഈ സ്തുതിയുടെ സമയത്ത് സ്വർഗം തുറന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരും. ദാഹത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാം, സ്വരമുയർത്തി ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്രയധികമായി സ്വർഗ്ഗത്തിൽ നമ്മുടെ അപ്പൻ നമ്മളെ സ്നേഹിച്ചു. തന്റെ പുത്രനായ ക്രിസ്തുവിനെ കുരിശിൽ ഒരു ബലിയായി സമർപ്പിച്ചുകൊണ്ട് അവൻ നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു. അയോഗ്യരായിരുന്നിട്ടും പാപികളായിരുന്നിട്ടും തകർക്കപ്പെട്ടവനായിരുന്നിട്ടും അവനെ മുറിവേൽപ്പിച്ചിട്ടും നമ്മുടെ ദൈവം എത്രയോ നമ്മളെ സ്നേഹിച്ചു. എന്നുള്ള അപ്പനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് ഇരുകരകളും മാറോട് ചേർത്ത് ഈരടികളോട് ചേർന്ന് ആ നല്ല തമ്പുരാനെ ഒരിക്കൽ കൂടി ആരാധിക്കാം. അവന്റെ സ്നേഹം എത്രയോ വലുത്. നമുക്കായി അവന്റെ പുത്രനെ, തന്റെ പുത്രനായ ഏക മകനായ യേശു ക്രിസ്തുവിനെ കുരിശിലായ ഒരു ബലിയായി സമർപ്പിച്ച ആ പിതാവിനെ ചേർന്ന് ആരാധിക്കാം. യേശുവേ, ആരാധിക്കുന്നു. എന്തു കണ്ടു ഇത്ര സ്നേഹിക്കാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. അതെ കർത്താവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, യേശുവേ. ഇതു കൃപയതാൽ യേശുവേ. അയോഗ്യനായ കർത്താവേ, എന്ത് കണ്ടു ഇത്ര സ്നേഹിക്കാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യേശുവേ. ഹൃദയത്തിൽ നാം പ്രാർത്ഥന ഉയരട്ടെ. യോഗ്യയല്ല ഇത് പ്രാപിപ്പാൻ, ഇത് കൃപയതാൽ യേശുവേ. എന്റെ ഈശോയെ, ഞാൻ പാപിയായിരുന്നിട്ടും പാപങ്ങളേറെ ചെയ്ത് അങ്ങേ മുറിവേൽപ്പിച്ചും ദൈവമേ അങ്ങയുടെ ഹൃദയത്തെ നമ്പരപ്പെടുത്തിയിട്ടും നീ എന്നെ എത്രമാത്രം സ്നേഹിച്ചു. കർത്താവേ, എന്റെ കണ്ണുനീരിന്റെ മേഖലകളിൽ അവിടുന്ന് ഇടപെട്ടല്ലോ. ഞാൻ പ്രാർത്ഥിക്കാത്ത മേഖലകൾ പോലും അവിടുന്ന് എനിക്ക് വേണ്ടി അനുഗ്രഹം ചൊരിഞ്ഞല്ലോ. കർത്താവേ, ഞാൻ ചോദിക്കാത്ത എത്രയോ നന്മകൾ നീ എനിക്ക് തന്നല്ലോ. കർത്താവേ, അയോഗ്യയായ എനിക്ക് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. പാപിയായിരുന്നൊരു കാലത്തും യേശുവേ. അങ്ങേ മറന്നൊരു നാളിലും പാപിയായിരുന്നൊരു കാലത്തും യേശുവേ. അങ്ങേ മറന്നൊരു നാളിലും യേശുവേ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. യേശുവേ, നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും ആമേൻ. നീ എന്നെ സ്നേഹിച്ചല്ലോ. യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിക്കാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യേശുവേ, എന്ത് കണ്ട് അവിടുന്ന് യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, യേശുവേ. ഇതു കൃപയതാ യേശുവേ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ കർത്താവിന് മുമ്പിൽ ഒന്ന് സമർപ്പിക്കാവോ? എത്രയോ അയോഗ്യതകൾ നമുക്കുണ്ട്. വചനമനുസരിച്ച് നമ്മൾ ജീവിക്കാത്തപ്പോഴും, ദൈവകൽപ്പനകൾ നമ്മൾ ലംഘിച്ചപ്പോഴും, ദൈവത്തിന്റെ ആലയമായ ശരീരത്തെ ജഡത്തിന്റെ ആസക്തികൾക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്തപ്പോഴും, നമ്മുടെ നാവിനെ, നന്മ പറയേണ്ട നാവിനെ, പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ പറയേണ്ട നാവിനെ നമ്മൾ അനേകരെ വേദനിപ്പിക്കാനും മുറിവേൽപ്പിക്കാനും ഉപയോഗിച്ചപ്പോഴും, നമ്മുടെ ജീവിതത്തെ ദൈവകൃപയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തികൾക്കായി വിട്ടുകൊടുത്തപ്പോൾ പോലും എത്രയോ കാരുണ്യവാനായ ദൈവം നമ്മളെ സംരക്ഷിച്ചു. എത്രയോ കാരുണ്യവാനായ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി. എത്രയോ സ്നേഹിക്കുന്നവനായ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചു. എത്രയോ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്കായി തന്നു. കുരിശിൽ അവന്റെ മകനെ ബലിയായി സമർപ്പിക്കാൻ തക്കവിധം ദൈവം നമ്മളെ സ്നേഹിച്ചില്ലേ?
ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നന്ദിയോടെ നമുക്ക് ഈശോയെ വീണ്ടും ആരാധിക്കാം, ചേർന്ന് പാടി ആരാധിക്കാം. ക്രൂശിലെ സ്നേഹത്താൽ വീണ്ടെന്നേ ആമേൻ. ഈശോയെ ആത്മാവിൻ ദാനത്തെ നൽകി നീ. ക്രൂശിലെ സ്നേഹത്താൽ വീണ്ടെന്നേ ആമേൻ. ആത്മാവിൻ ദാനത്തെ നൽകി നീ. ഈശോയെ തൻ മകനാക്കി നീ മാറോടു ചേർത്തു നീ നിൻ സ്നേഹമേകിയതാ. ഓ മകനായി മകളായി നീ മാറ്റിയല്ലോ. തൻ മകളാക്കി നീ യേശുവേ മാറോട് ചേർത്തു നീ ആമേൻ. നിൻ സ്നേഹമേകിയതാ. ഇരുകരങ്ങളും തുറന്നു പിടിച്ച് ചേർന്ന് പാടാം. എന്തു കണ്ടു ഇത്ര സ്നേഹിക്കാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. ആയിരടികൾ ഒരുമിച്ച് പാടാം, ഒരുമിച്ച് പാടാം. എന്ത് കണ്ടു? എന്തു കണ്ടു ഇത്ര സ്നേഹിക്കാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യേശുവേ, യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. ഓ കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. അതെ പ്രിയപ്പെട്ടവരെ, അയോഗ്യനായിരുന്നിട്ടും പാപിയായിരുന്നിട്ടും ദൈവം നമ്മളോട് വലിയ കാരുണ്യം കാണിച്ചു. നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോഴും കർത്താവ് വിശ്വസ്തത പാലിച്ചു. നമ്മൾ അനുസരണമേട് കാണിച്ചപ്പോഴും ദൈവം തന്റെ കൃപ നമ്മുടെ മേലെ ചൊരിഞ്ഞു. ഒരിക്കൽ കൂടി ഇരു കരകളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നല്ലവനായ ദൈവത്തെ, നമുക്കായി തന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ കുരിശിൽ ബലിയായി സമർപ്പിച്ച നല്ല തമ്പുരാനെ, നമുക്കായി നിരവധിയായ നന്മകൾ സൗജന്യമായി നൽകിയ ദൈവത്തെ, നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോഴും പ്രാർത്ഥിക്കാതിരുന്നപ്പോഴും നിലവിളിക്കാതിരുന്നപ്പോഴും നമ്മളെ അനുഗ്രഹിച്ച് പരിപാലിച്ച ദൈവത്തെ നന്ദിയോടെ ഒന്ന് സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഞങ്ങൾക്കായി കുരിശിൽ കേറി മരിക്കപ്പെട്ടവനെ നന്ദി പറയുന്നു. ഞങ്ങൾക്കായി കുരിശിൽ മരിച്ചവനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്കായി സൗജന്യ ദാനമായി ജീവനെ തന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്കായി നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. പാടിടും യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ. പാടിടും യേശുവേ നിന്നെ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ. പാടിടും. ഇരിക്കാം. വലതുകരം ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 57-ാം സങ്കീർത്തനം 2-ാം തിരുവചനം ഏറ്റു പറയാം. 57-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. അത്യുന്നതനായ, വലതുകരം ഉയർത്തിപ്പിടിച്ച അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച്
എന്നെ രക്ഷിക്കും. രക്ഷിക്കും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഈ നൈറ്റ് രാത്രിയിൽ അതിശയകരമായ ദൈവിക ഇടപെടൽ കൊണ്ട് ലോകമെമ്പാടും കർത്താവിൻ്റെ ആത്മാവ് ജനത്തെ സന്ദർശിച്ച് തൻ്റെ കൃപയും അനുഗ്രഹവും സൗഖ്യവും വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കരമേർത്തൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അനുഗ്രഹത്തിന്റെ രാത്രി ഓർത്ത് ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വരുന്ന നിമിഷങ്ങൾ ഓർത്ത് ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ ആയിരിക്കാനായിട്ട്. മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന വലിയൊരു സത്യമാണ് നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഇരിക്കാനായിട്ട്. സ്നേഹിക്കാത്തവർ എത്രമാത്രം കഴിവുള്ളവരാണെങ്കിലും സൗന്ദര്യമുള്ളവരാണെങ്കിലും എന്തുമാത്രം പ്രത്യേകത അവർക്കുണ്ടെങ്കിലും സ്നേഹിക്കാത്തവരുടെ കൂടെ ആയിരിക്കാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടാറില്ല. എന്നാൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്തായിരിക്കുന്ന നമ്മുടെ അടുക്കലേക്ക് അവൻ്റെ അടുക്കലേക്ക് നമ്മളെ വിളിക്കുന്ന, നമ്മൾ സ്നേഹിച്ചില്ലെങ്കിലും നമ്മുടെ അടുത്തായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നാളുകളിൽ ബൈബിളിലൂടെ കടന്നുപോയപ്പോൾ രോഗശാന്തി നൽകുന്ന അനേക കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത്, മഹോദരോഗിയെ സുഖപ്പെടുത്തുന്നത്, അന്ധനെ സുഖപ്പെടുത്തുന്നത്, ബധിരനെ സുഖപ്പെടുത്തുന്നത്, അങ്ങനെ ധാരാളം രോഗശാന്തികൾ ഈശോ കൊടുക്കുന്നത് വായിക്കുവാനിടയായി. മിക്കവാറും എല്ലാ രോഗശാന്തികളുടെ പിന്നിലും ഈശോ ചെയ്ത ഒരു കാര്യമുണ്ട്. രോഗശാന്തി കൊടുക്കുന്നതിന് മുമ്പ് അവരെ അടുക്കലേക്ക് വിളിച്ചു, അല്ലെങ്കിൽ അവരടുക്കലേക്ക് വന്നു. അടുക്കലേക്ക് വന്ന ഓരോരുത്തരെയും അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തി, അല്ലെങ്കിൽ വചനം കൊണ്ട് സുഖപ്പെടുത്തി, അല്ലെങ്കിൽ തുപ്പൽ തൊട്ട് സുഖപ്പെടുത്തി, അല്ലെങ്കിൽ അവരുടെ കരങ്ങൾ വെച്ച് സുഖപ്പെടുത്തി. അങ്ങനെ ഓരോ തരത്തിൽ സൗഖ്യം കൊടുക്കുന്ന യേശുവിനെ ബൈബിൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇത് കണ്ടുമുട്ടുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈശോ അവരെ അടുക്കലേക്ക് വിളിച്ചത്? എന്തുകൊണ്ടാണ് അവർക്ക് ഈശോയുടെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് സാധിച്ചതെന്ന് തിരിച്ചറിയണമെങ്കിൽ ആ കാലഘട്ടത്തിലെ സാഹചര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ രോഗികളായിരിക്കുന്നവർ ദൈവത്തിൻ്റെ ശാപം കിട്ടിയവരാണ്, ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണ്. അവർക്ക് സമൂഹത്തിന് മുമ്പിൽ കടന്നു വരുവാനായിട്ടുള്ള യോഗ്യതയില്ല. അവർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള അവകാശമില്ല. ദേവാലയത്തിൻ്റെയൊക്കെ ആണെങ്കിൽ വളരെ പുറകിൽ നിന്ന് മാത്രമേ പ്രാർത്ഥിക്കാനായിട്ടുള്ള അവകാശം അവർക്കുണ്ടായിരുന്നുള്ളൂ. ദേവാലയത്തിൻ്റെ ഘടന തന്നെ അങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പുരോഹിത ഗണമാണ്. അതിൻ്റെ നടുഭാഗത്ത് നിൽക്കുന്നത് ശുദ്ധരക്തമുള്ള യഹൂദരാണ്. അതിൻ്റെ പുറകിലാണ് സമരിയ വിഭാഗത്തിൽ രണ്ട് വിഭാഗം കൂടി കലർന്ന വ്യക്തികൾ, സമരിയക്കാർ നിൽക്കുന്നത്. അതിൻ്റെയും പുറകിലാണ് രോഗികളും പാപികളുമായിട്ടുള്ള ജനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്ന് വലിയ നേർച്ചയൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ് അന്നത്തെ ജെറുസലേം ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകിലെ സ്ഥലം വാടകയ്ക്ക് കൊടുത്ത് അവിടെ കാളുകളെയും പ്രാവുകളെയും നാണയമാറ്റക്കാർക്കെല്ലാം വാടകയ്ക്ക് കൊടുത്തത്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ജനത്തിന് സ്വസ്ഥമായി നിന്നൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നില്ലോ എന്നുള്ള അവരോടുള്ള സ്നേഹത്തിൻ്റെ രോഷമാണ് ഈശോയെ ചാട്ടവാറെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഹല്ലേലൂയ. 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 കാരണം അങ്ങനെ പാപികളായിട്ട് മാറ്റി നിർത്തപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ കരുണ അതെത്ര പറഞ്ഞാലും മതിയാകാത്തതാണ്. ദേവാലയത്തിൻ്റെ നടുവിലേക്ക് കൈശോഷിച്ച ഒരു മനുഷ്യനെ ഈശോ വിളിക്കുന്നുണ്ട്. കൈശോഷിച്ച മനുഷ്യനോട് വേണമെങ്കിൽ ഈശോയ്ക്ക് പറയാമായിരുന്നു, അകലെ നിന്നുകൊണ്ട് പറയാമായിരുന്നു, നിന്റെ കൈ നീട്ടുക, സുഖപ്പെടുത്തണമെന്ന് പറയാമായിരുന്നു. പക്ഷേ ഈശോ അവനോട് പറഞ്ഞത് നീ നടുവിലേക്ക് വരിക എന്നാണ്. ബൈബിൾ പരിശോധിക്കാൻ നമുക്കറിയാൻ പറ്റും. നീ നടുവിലേക്ക് വരിക. എന്തുകൊണ്ടാണ് അവിടെ നടുവിലേക്ക് വരാൻ പറഞ്ഞത്? ശുദ്ധരക്തമുള്ള യഹൂദൻ്റെ ആ സ്ഥാനത്തേക്ക് വന്നിട്ടാണ് അവനെ സുഖപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് തരേണ്ട സ്ഥാനവും നമുക്ക് തരേണ്ട ബഹുമാനവും നമുക്ക് തരേണ്ട അംഗീകാരവും എല്ലാം നൽകിക്കൊണ്ടാണ് ഒരുവനെ ഈശോ സുഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഓരോ രോഗശാന്തിയുടെ പിന്നിലും ഈശോയുടെ അംഗീകാരമുണ്ട്, ഈശോയുടെ ബഹുമാനമുണ്ട്, ഈശോയുടെ മാന്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ മാനിച്ചുയർത്താനായിട്ടാണ് ഈശോ നമ്മളെ വിളിക്കുന്നത്. മാനിച്ച് ഉയർത്താനായിട്ടാണ് ഈശോ നമ്മുടെ അടുക്കലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് രോഗികളായി മാറ്റി നിർത്തപ്പെട്ടവർ, ദൈവശാപമുള്ളവരെ മാറ്റി നിർത്തുമ്പോൾ അവരെ അടുക്കലേക്ക് വിളിക്കുമ്പോഴാണ്
ആ ഈശോയുടെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കുവാനായിട്ട് അവർക്കിടയാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഓർക്കണം, ഈ രാത്രിയിൽ നിങ്ങൾ ഓരോരുത്തരും ഈശോയുടെ അടുക്കലേക്ക് വന്നവരാണെങ്കിൽ അതിനേക്കാൾ ഏറെ നിങ്ങളുടെ അടുക്കലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ അടുക്കലേക്ക് വന്ന ആരെയും അവിടുന്ന് തള്ളിക്കളഞ്ഞിട്ടില്ല. അന്ധനായ യാചകൻ വിളിച്ചു കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും അവനെ ശാസിച്ചപ്പോഴും ഈശോ അവിടെ നിന്നിട്ട് അവനെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? ഈശോയ്ക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈശോയുടെ സ്നേഹത്തിൻ്റെ അനുഭവം സ്വന്തമാക്കുവാനായിട്ട്, ആ സ്നേഹത്തിൻ്റെ തീക്ഷണത സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് കണ്ണുകൾ തുറന്നിരുന്നാലും ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് അവന് സാധിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു അനുഗ്രഹമായി തന്നെ മാറിപ്പോകും. ഈശോയോടുള്ള സ്നേഹം ഹൃദയത്തിൽ വർദ്ധിക്കണമെങ്കിൽ, ഈശോയോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടണമെങ്കിൽ ഈശോ ഈ അടുത്തേക്ക് വിളിച്ച അനുഭവം നാം സ്വന്തമാക്കണമെന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് അവിടുന്ന് ഓരോ പ്രാവശ്യവും നമ്മളെ അടുക്കലേക്ക് വിളിക്കുമ്പോഴും നമുക്ക് തരേണ്ട ബഹുമാനം, നമുക്ക് തരേണ്ട അംഗീകാരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏശയ്യാ പ്രവചനത്തിൽ ദൈവം പറയുന്നുണ്ട്, നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാണ്. ഇത് വെറുതെ പറയുകയല്ല, ഇത് ജീവിതത്തിലൂടെ കാണിച്ചു തന്നുകൊണ്ട് ഈശോ ആ വചനത്തെ അർത്ഥപൂർണ്ണമാക്കുകയാണ്. നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാണ്. അപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുവാൻ, നമ്മുടെ അടുത്തായിരിക്കുവാൻ, നമ്മുടെ അടുക്കലേക്ക് വിളിക്കുവാൻ ഏറെ കൊതിക്കുന്ന ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരാഴം ഫ്രാൻസിലുള്ള ഗബ്രിയേലി എന്ന് പറയുന്ന ഒരു മിസ്റ്റിക്കിനോട് ദൈവം വെളിപ്പെടുത്തി. ഗബ്രിയേലി എന്ന് പറയുന്ന സ്വകാര്യ സംഭാഷണത്തിൽ, ഒരു സ്വകാര്യ വെളിപാടിൽ ഈശോ ഗബ്രിയേലിനോട് ചോദിക്കുകയാണ്, ഗബ്രിയേലി, ഞാൻ എന്തുകൊണ്ടാണ് സക്രാരിയിൽ ഏകാന്തതയിൽ കഴിയുന്നതെന്ന് നിനക്കറിയാമോ? ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അധിക സമയവും ഞാൻ ഏകാന്തതയിലായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്നിട്ടും ഈ ഏകാന്തത സ്വീകരിക്കാൻ കാരണം എന്താണെന്ന് നിനക്കറിയാമോ ഗബ്രിയേലി? അപ്പോൾ ഗബ്രിയേലി പറഞ്ഞു, അറിഞ്ഞുകൂടാ. അപ്പോൾ ഈശോ വെളിപ്പെടുത്തി, ആരെങ്കിലും എപ്പോഴെങ്കിലും, ശ്രദ്ധിക്കണം, ആരെങ്കിലും എപ്പോഴെങ്കിലും എൻ്റെ അടുക്കൽ ഒന്ന് വന്നാൽ അവനെ അനുഗ്രഹിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് സക്രാരിയിലുള്ള വലിയ ഏകാന്തത ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ദേവാലയത്തിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം പേരൊന്നും പിന്നീട് ദേവാലയത്തിലേക്ക് ചെല്ലുന്നില്ല. അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ജപമാല ചെല്ലുവാനോ പ്രാർത്ഥിക്കാനോ ഏതാനും സമയം ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചെന്ന് വരും. അതുകൊണ്ട് നമ്മൾ പരിശോധിച്ചറിഞ്ഞാൽ അറിയാം, ഇന്നും സക്രാരിയിൽ ഏറെ സമയവും കർത്താവ് ഏകാന്തതയിലാണ്. ഈ ഏകാന്തത ഇഷ്ടപ്പെടുവാനുള്ള കാരണം നമ്മളോടുള്ള സ്നേഹമാണ്. ആരെങ്കിലും എപ്പോഴെങ്കിലും അവൻ്റെ അടുക്കലൊന്ന് വന്നാൽ അവനെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈശോ ഈ ഏകാന്തത തിരഞ്ഞെടുത്തതെന്ന് ഗബ്രിയേലിക്ക് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹം വെളിപ്പെടുത്തുവാനായിട്ട്, സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുവാനായിട്ട് ഗബ്രിയേലിക്ക് കൊടുത്ത ഒരു സ്വകാര്യ ദർശനത്തിൽ, സംഭാഷണത്തിൽ ഈശോ വെളിപ്പെടുത്തിയ സത്യമാണിത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നമ്മളുടെ പാപത്തിൻ്റെ കണക്ക് നോക്കിക്കൊണ്ടല്ല, നമ്മളുടെ ബലഹീനതയുടെ കണക്ക് നോക്കിക്കൊണ്ടല്ല. നമ്മൾ ബലഹീനരാണെങ്കിലും പാപികളാണെങ്കിലും ഏതവസ്ഥയിലായിരുന്നാലും നമ്മുടെ അടുക്കലായിരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. നമ്മളെ അടുത്തേക്ക് വിളിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കണ്ടോ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എല്ലാവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. കണ്ടോ, എപ്പോഴും ഈശോ ആവശ്യപ്പെടുന്നത് ഈ അടുക്കലേക്ക് വരുവാനും ഈശോ നിങ്ങളുടെ അടുത്തായിരിക്കുവാനും ആഗ്രഹിക്കുന്നുള്ള വലിയ സത്യം ബൈബിളിലൂടെ നമുക്ക് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കുമെന്ന് ഒരു ഉറപ്പ് തരുകയാണ്. കാരണം അതുകൊണ്ടാണ് ഈ സ്നേഹത്തെ പ്രതി ലോകം വിട്ട് അവിടുന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ചില ചിത്രങ്ങൾ നിങ്ങൾ അൾത്താരയിൽ കണ്ടിട്ടുണ്ടാകും. ചില അൾത്താരയുടെ മുമ്പിൽ ഒരു പക്ഷി ഹൃദയം കൊത്തിപ്പൊട്ടിച്ച് രക്തമൊഴുക്കി കൊടുക്കുന്ന ചിത്രം ചില ദേവാലയങ്ങളുടെ അൾത്താരയിലും ദേവാലയത്തിന് മുകളിലുമൊക്കെ ആലേഖനം ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ആ പക്ഷിയുടെ ആ ഹൃദയം പൊട്ടിക്കുന്നതിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സത്യമെന്ന് പ്രതീകാത്മകമായി ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു ചിത്രമാണത്. കാരണം അതൊരു ഗ്രീക്ക് പുരാണത്തിലെ പെലിക്കൻ പക്ഷിയാണ്. ഈ പെലിക്കൻ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പെലിക്കൻ പക്ഷി
മുട്ടയിടുക ഉഗ്രവനത്തിലും ഏറ്റവും ഉയരം കൂടിയ മരത്തിലുമാണ്. കൂടുകൂട്ടിയിട്ടാണ് മുട്ടയിടുക. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് തീറ്റ തിന്നാൻ സമയമാകുമ്പോൾ ഇത് അകലേക്ക് പറന്നു പോകും. ഈ പക്ഷിക്കൊരു പ്രത്യേകതയുണ്ട്. കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ എത്ര അകലെയാണെങ്കിലും ആ സ്വരം തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് ഈ തള്ളപ്പക്ഷിക്കുണ്ട്. അതുകൊണ്ട് തീറ്റ തേടാൻ കടന്നു പോകുമ്പോൾ ഈ പക്ഷിയുടെ മുട്ട തിന്നാനും കുഞ്ഞുങ്ങളെ ആക്രമിക്കുവാനും വനത്തിലുള്ള ഉഗ്ര സർപ്പങ്ങൾ ഈ മരത്തിലൂടെ കയറി വരും. ഈ മരത്തിലൂടെ കയറി വന്ന് കുഞ്ഞുങ്ങൾ ഈ സർപ്പങ്ങളെ കണ്ട് പേടിച്ച് കരയുമ്പോൾ എത്ര അകലെ നിന്നും ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് തള്ളപ്പക്ഷി വലിയ ശബ്ദത്തോടുകൂടി പറന്നു വരും. പറന്നു വരുമ്പോഴേക്കും കാണുന്ന കാഴ്ച, ഈ സർപ്പങ്ങൾ കുഞ്ഞുങ്ങളെ വിഷം കുത്തിവെച്ചിട്ട് മരിക്കാറായി കൂട്ടിൽ കിടന്ന് വിഷസ്പർശനമേറ്റ് പിടയുന്ന കുഞ്ഞുങ്ങളെയാണ് തള്ളപ്പക്ഷി കാണുന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനായിട്ട് ലോകത്തിൽ മറ്റൊരു ഔഷധവുമില്ല. ചങ്കിലെ ആ തള്ളയുടെ അല്ലെങ്കിൽ തള്ളപ്പക്ഷിയുടെ ചങ്കിലെ ചോര മാത്രമാണ് ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ടുള്ള ഏക മരുന്നെന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വന്തം ചുണ്ടുകൾ കൊണ്ട് ഈ ചങ്ക് തള്ളപ്പക്ഷി കുത്തിപ്പൊളിക്കും. എന്നിട്ട് ചോര ഊറ്റി കുഞ്ഞുങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുക്കും. ചോര കുടിക്കുമ്പോൾ വിഷസ്പർശനത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ രക്ഷപ്രാപിച്ച് ജീവൻ പ്രാപിക്കുമ്പോഴേക്കും ആ കൂട്ടിൽ തള്ളപ്പക്ഷി ചത്തുവീഴും. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ഇതല്ലേ ദിവ്യകാരുണ്യം? ദിവ്യകാരുണ്യത്തിൽ പറയാനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, സ്വന്തം ചങ്കിലെ ചോര മുഴുവൻ ഊറ്റി തന്നുകൊണ്ട് പാപത്തിന്റെ വിഷസ്പർശനമേറ്റ ഓരോ മനുഷ്യനെയും ജീവിപ്പിക്കുവാനായിട്ട് ചങ്കിലെ ചോര മുഴുവൻ ഊറ്റിത്തന്നുകൊണ്ട് സ്നേഹിച്ച ദൈവത്തിൻ്റെ ചിത്രമാണ് അൾത്താരയിൽ നമ്മൾ കൊണ്ടാടുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അവിടുത്തെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രവൃത്തി നമ്മൾ കാണുകയാണ്. നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമായി മാറിയ ഈശോയുടെ സ്നേഹം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് അവിടുന്ന് ഇന്നും ജീവിക്കുന്നവനായി ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പടി കൂടി സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തി തന്നുകൊണ്ട് അവിടുന്ന് ഉള്ളിൽ വസിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഏത് പ്രാർത്ഥനയാണ് അവിടുന്ന് കേൾക്കാതിരിക്കുക? നമ്മുടെ ഏത് അപേക്ഷയാണ് അവിടുന്ന് കേൾക്കാതിരിക്കുക? നമ്മുടെ ഏത് പ്രശ്നങ്ങളിലേക്കാണ് അവിടുന്ന് കടന്നു വരാതിരിക്കുക? അവിടുത്തെ ആശ്രയിച്ചവര് ആരെങ്കിലും അജ്ഞാതരായിട്ടുണ്ടോ? വചനം നമ്മളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് അവിടുത്തെ അടുക്കലേക്ക് കടന്നു വന്ന സകലർക്കും കർത്താവിൻ്റെ സ്നേഹം ഒഴുക്കി കൊടുക്കാൻ അവിടുന്ന് സന്നദ്ധനായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇത് വെറുതെ നമ്മളൊരു തത്വത്തിൽ പറഞ്ഞു പോയത് കൊണ്ടോ തത്വത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടല്ല. അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അനുഭവിച്ചറിയാനും ജീവിത അനുഭവങ്ങളിലൂടെ സ്വന്തമാക്കാനും കഴിയുമ്പോഴാണ് അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയുക. ജീവിതാനുഭവത്തിൽ ഈ വിശുദ്ധ കുർബാനയോട് ഒട്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ അനുഭവങ്ങൾ എത്രമാത്രം ഈശോ നമ്മളെ കൂടെ വസിക്കുന്നുവെന്നും അതിലൂടെ നമ്മളെ അനുഗ്രഹിക്കുന്നുവെന്നും മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു അവസരവും അല്ലെങ്കിൽ ഒരു അനുഗ്രഹവും ഒക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. 10 വർഷം കൂടി 10 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. ആ ഗർഭിണിയായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തരികയാണ്. ഈ കുഞ്ഞിന് വേണ്ടി 1000 കുർബാന സമ്പാദിക്കണം. തെറ്റിദ്ധരിക്കരുത്, കുർബാന ചൊല്ലിക്കണമെന്നല്ല, 1000 കുർബാന സമ്പാദിക്കണം. എൻ്റെ കൂട്ടുകാരോടും എന്നെ അറിയുന്നവരോടും എന്നെ സ്നേഹിക്കുന്നവരോടും വിശുദ്ധ കുർബാന ഈ കുഞ്ഞിന് വേണ്ടി 9 മാസം കഴിഞ്ഞ് പ്രസവിക്കുന്ന കുഞ്ഞിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഓരോരുത്തരുടെയും പേരുകൾ എഴുതി അവർ സമർപ്പിക്കാനുള്ള വിശുദ്ധ കുർബാനയുടെ എണ്ണവും തിട്ടപ്പെടുത്തി 1000 കുർബാന സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ നിർത്തി. 7-ാം മാസത്തിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ ഹാർട്ട് വികസിച്ചിട്ടില്ല എന്ന് ഡോക്ടർ പറയുന്നു. തൂക്കം 1.5 കിലോ തൂക്കം. നേരത്തെ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാമായിരുന്നെങ്കിൽ ഹാർട്ടൊക്കെ വികസിപ്പിക്കാമായിരുന്നുവെന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ശക്തമായ ഒരു ബോധ്യവും വിശ്വാസമുണ്ട്. 1000 കുർബാന ഈ കുഞ്ഞിന് വേണ്ടി സമർപ്പിച്ചാൽ ഈ കുർബാനയിൽ നിന്ന് ജീവജലം ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകും. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 12,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തോളാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ചെയ്യേണ്ടി വന്നില്ല. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓക്സിജൻ സിലിണ്ടർ എടുത്തു മാറ്റിയപ്പോൾ കുഞ്ഞിന് സുഖമായി ശ്വാസം വലിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിന് വരുന്നത് ദഹനക്കേടാണ്, അതുകൊണ്ട് ഫീഡ് ചെയ്യുമ്പോൾ ദഹനക്കേടുണ്ടാകുമെന്ന് പറഞ്ഞു. അതുണ്ടായില്ല. ഓരോ ദിവസവും 15 ഗ്രാം വീതമാണ് ഒരു കുഞ്ഞിൻ്റെ തൂക്കം വർദ്ധിക്കേണ്ടതെങ്കിൽ 35 ഗ്രാം വീതം കുഞ്ഞിൻ്റെ തൂക്കം കൂടിക്കൊണ്ടിരുന്നു. 7 മാസത്തിലുണ്ടായ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് 10 ദിവസം കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ വിട്ട് വീട്ടിലെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെയായിരിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ, കൂടെയായിരിക്കാൻ അവൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഒരപേക്ഷയും അവിടുന്ന് തള്ളിക്കളയുകയില്ല.
കൂടെ ആയിരിക്കുന്നവൻ നമ്മുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ, ഈ ദിവ്യകാരുണ്യത്തിലൂടെ അവിടെ നിന്ന് നൽകപ്പെടുന്ന നമ്മുടെ ഏകാന്തതയിൽ, ആ ഏകാന്തതയിൽ നമ്മുടെ അടുക്കലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കാതെ അവിടുന്ന് വിടുകയില്ല. ഈ രാത്രിയിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കാം. ആ പ്രശ്നങ്ങളെ പരിഹരിക്കുക മാത്രമല്ല, നിങ്ങളുടെ അടുക്കലേക്ക് വിളിച്ച് അവിടുത്തെ സ്നേഹം മുഴുവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കിത്തരാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഓരോ രോഗശാന്തി നൽകിയപ്പോഴും അവിടുന്ന് അടുക്കിലേക്ക് വിളിച്ചു, അടുക്കിലേക്ക് വിളിച്ചു. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഇതാ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, ജീവിതത്തിൻ്റെ ആകുലതകൾ, ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ഇന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ അടുക്കിലേക്ക് നമ്മളെ വിളിക്കുന്ന, നമ്മുടെ അടുത്ത് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ തൊടാൻ ആഗ്രഹിക്കുന്ന, അവിടുത്തെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട ആ രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യപ്പെട്ടതുപോലെ നമ്മളെ സൗഖ്യപ്പെടുത്താനും അനുഗ്രഹിക്കാനും കാത്തിരിക്കുന്ന ദൈവം നമ്മുടെ തൊട്ടടുത്തുണ്ട്. നിന്റെ അടുക്കൽ നിന്ന് അവിടത്തേക്ക് വിട്ടുപോകാൻ സാധിക്കുകയില്ല. നീ ഏതവസ്ഥയിലായിരുന്നാലും വിട്ടുപോകാൻ സാധിക്കുകയില്ല. മനസ്സുകൊണ്ട് നീ കർത്താവിൻ്റെ അടുത്താണോ? ശരീരം കൊണ്ട് ഒരുപക്ഷെ നീ അടുത്താണെങ്കിലും മനസ്സുകൊണ്ട് നീ കർത്താവിൻ്റെ അടുത്താണെങ്കിൽ നിന്നെ അനുഗ്രഹിക്കാതെ വിടാൻ കർത്താവിന് സാധിക്കുകയില്ല. ആ കുരിശിലെ വേദനിക്കുന്ന അനുഭവത്തിന് നടുവിലും ആ കള്ളൻ മനസ്സുകൊണ്ട് കർത്താവിൻ്റെ അടുത്തായിരുന്നു. നീ പറുദീസയിൽ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്നുള്ള ആ അവൻ്റെ പ്രാർത്ഥന ആ നിമിഷം തന്നെ കേൾക്കുകയാണ്. അവൻ്റെ അടുത്ത് കർത്താവ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പുറത്ത് കിടന്ന കള്ളൻ മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട് അടുത്തായിരുന്നെങ്കിലും മനസ്സുകൊണ്ട് അടുത്തായിരുന്നില്ല. ഇതാ മനസ്സുകൊണ്ട് അടുത്തായിരുന്നു കൊണ്ട് കർത്താവേ എന്നെ ഒന്ന് കടാക്ഷിക്കണമേ, എന്നെ ഒന്ന് ഓർക്കണമേ, എന്നോടൊന്ന് കരുണ കാണിക്കണമേ എന്ന് ഹൃദയത്തിൽ നീ ഒന്ന് ഏറ്റുപറയുമ്പോൾ നിന്റെ അടുക്കലേക്ക് വന്ന് നീ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങി നിനക്ക് പറുദീസയുടെ അനുഭവം തരാൻ, നിനക്ക് അനുഗ്രഹങ്ങൾ തരാൻ ഈശോ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ പക്കലേക്ക് ഇരു കരങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന കർത്താവിന്റെ പക്കലേക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിത അവസ്ഥകളും ഈശോയുടെ പക്കലേക്ക് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് ആശ്വാസം പകരുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഇറക്കി വെക്കാം. ഹൃദയഭാരങ്ങളെ നമുക്ക് ഇറക്കി വെക്കാം. ഹൃദയഭാരങ്ങളെ നമുക്ക് കർത്താവിന് കൊടുക്കാം. എല്ലാ പാപാവസ്ഥകളെയും ബലഹീനതകളെയും കുറവുകളെയും ചേർത്ത് വെച്ച് കൊടുക്കാം. അവ പരിഗണിക്കാതെ എന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവൻ, എന്നെ കരങ്ങളിൽ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവൻ, നമ്മുടെ അടുക്കലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അടുക്കലായിരിക്കുന്നവൻ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നു. അവന്റെ പക്കലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ കൊടുക്കാം. അന്ധനെ പോലെ ആഗ്രഹം കൊടുക്കാം. ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഇത് സത്യമായൊരു വചനമാണ്. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഒട്ടും തന്നെ സംശയിക്കേണ്ട, നിന്നെ വിളിച്ചത് കർത്താവാണ്. നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി നിന്റെ അടുക്കലായിരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നീ ആഗ്രഹിക്കാൻ കൂടുതലായി നിന്റെ പ്രശ്നങ്ങളുടെ ആഴവും അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവിടുത്തേക്കറിയാം. നിന്റെ അധ്വാന ഭാരങ്ങളുടെ എല്ലാ അവസ്ഥകളും അവിടുത്തേക്കറിയാം. അത് എന്തു തന്നെയായിരുന്നാലും നീ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നിന്നെ ഞാൻ ചേർത്ത് പിടിക്കാൻ കൊതിക്കുകയാണ്. എത്ര വലിയ ഏകാന്തത പോലും തിരഞ്ഞെടുക്കാൻ അവിടുത്തെ പ്രേരിപ്പിച്ചത് നമ്മളോടുള്ള ഈ അതിരറ്റ സ്നേഹമാണ്. കാൽവരി മലമുകളിൽ
തള്ളപ്പക്ഷി സ്വന്തം ചുണ്ടുകൊണ്ട് ചങ്കു കുത്തിപ്പൊളിച്ച് ചോരയൊഴുക്കിയതുപോലെ ആ കാൽവരി മലമുകളിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചൊരിഞ്ഞ് ആ സ്നേഹം പ്രകടമാക്കിയത് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. അവൻ നമ്മുടെ അടുത്തേക്ക് വിളിക്കുന്നു, നമ്മളെ അടുത്ത് ആയിരിക്കാനായിട്ട് വിളിക്കുന്നു. അടുത്തായിരുന്നുകൊണ്ട് നമുക്ക് സൗഖ്യം തരുവാനായിട്ട് വിളിക്കുന്നു, നമുക്ക് സമാധാനം തരാനായിട്ട് വിളിക്കുന്നു, നമുക്ക് ശക്തി തരുവാനായിട്ട് വിളിക്കുന്നു. അവിടുത്തോടൊന്ന് ചേർന്ന് നിൽക്കാം, നമുക്ക് ചേർന്ന് നിൽക്കാം, നമുക്ക് ചേർന്ന് നിൽക്കാം. നമുക്ക് അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല തലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ശതാധിപൻ താണു വീണ് അവൻ്റെ അടുക്കൽ വന്ന് അവനോട് അപേക്ഷിച്ചു, എൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണം. അവൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുകയാണ്. അടുക്കൽ വന്നവനെ തള്ളിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല. അടുക്കൽ വരുന്ന ഒരാളെ പോലെയും ഈശോയ്ക്ക് ഉപേക്ഷിക്കുവാനായിട്ട് പറ്റുകയില്ല. അടുത്ത് വന്ന് അപേക്ഷിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥന പോലും ഈശോയ്ക്ക് കേൾക്കാതിരിക്കാനായിട്ട് പറ്റുകയില്ല. ഏതവസ്ഥയിലായിരുന്നാലും, ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും, ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും, യേശുവിൽ നിന്ന് അകലെയായി ജീവിക്കുന്നവനാണെങ്കിലും അടുത്ത് വന്ന് അപേക്ഷിച്ചാൽ ഈശോയ്ക്ക് ഒരിക്കലും അത് ഉപേക്ഷിക്കാനായിട്ട് പറ്റുകയില്ല. എത്രമാത്രം ജീവിതത്തിൻ്റെ ഭാരത്താൽ കുരിഞ്ഞു പോയവനാണെങ്കിലും അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചാൽ അവനെ തള്ളിക്കളയാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുകയില്ല. തള്ളിക്കളയാത്ത ദൈവം, നമ്മളെ ഉപേക്ഷിക്കാത്ത ദൈവം, നമ്മളെ മാറ്റി നിർത്താത്ത ദൈവം, നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, അടുത്തേക്ക് വന്ന് അപേക്ഷിക്കുന്ന സകല അപേക്ഷകളും സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ദൈവം നിന്റെ തൊട്ടടുക്കലുണ്ട്. നമുക്ക് കൊടുക്കാം നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക്. ഈശോയെ, നിന്റെ സ്നേഹത്തിന്റെ ആഴം എൻ്റെ ഹൃദയത്തിൽ എനിക്കിന്ന് അനുഭവവേദ്യമാകണം. ഈ രാത്രിയിൽ എനിക്ക് അനുഭവവേദ്യമാകണം. ഈ രാത്രിയിൽ എനിക്കത് കൂടുതൽ അനുഭവിക്കുവാൻ ഇടയാകണം. നീ എൻ്റെ അടുക്കലായിരിക്കണമേ. അടുക്കലേക്ക് വന്ന് ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ്റെ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരിക. ഈശോയുടെ ആഹ്വാനമാണ്, ഈശോയുടെ ആഗ്രഹമാണ്, ഈശോയുടെ സ്നേഹമാണ്. സ്നേഹത്തോടുള്ള വിളിയാണത്, സ്നേഹത്തോടുള്ള ആഹ്വാനമാണത്, സ്നേഹത്തോടുള്ള അപേക്ഷയാണത്. ഈശോയുടെ അപേക്ഷ നമുക്ക് കാണാം, ഈശോയുടെ ആഗ്രഹത്തെ നമുക്ക് കാണാം. ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് കൊടുക്കാം. എന്നെ വിളിക്കുന്ന കർത്താവിന്റെ പക്കലേക്ക് ജീവിതങ്ങളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളെ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഉറവിടമാം ക്രിസ്തു എല്ലാം സമർപ്പിക്കുന്നതിന് അടയാളമായി വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. നമ്മുടെ ജീവിതത്തിന്റെ
അപേക്ഷയിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഗ്ലോറി, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കുരിശിൽ സഹിച്ച പീഡകൾ മാത്രമല്ല, ഇന്നും നമുക്ക് വേണ്ടി എത്രമാത്രം ഏകാന്തത തിരഞ്ഞെടുക്കുവാനും തയ്യാറായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തോട് നമുക്ക് അടുത്തായിരിക്കാം. ആ ദൈവത്തോട് നമുക്ക് ഒട്ടി നിൽക്കാം. ആ ജീവിതം, നമ്മുടെ ജീവിതം മുഴുവൻ ആ ദൈവത്തിൻ്റെ പക്കലേക്ക് കൊടുത്തുകൊണ്ട് അവിടുത്തെ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക, ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ അടുക്കലാകാൻ, നീ അടുത്തേക്ക് വിളിക്കുമ്പോൾ നിൻ്റെ അടുത്തായിരിക്കാൻ, അടുത്തായിരുന്നുകൊണ്ട് അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ, നിൻ്റെ സ്നേഹത്തെ നുകരാൻ, സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇരിക്കാം.